അദ്ദേഹം ഇപ്പൊ കടന്നു വരുന്നത് ഐക്യത്തിന്റെ പുതിയ വക്താവായി കടന്നു വരികയാണ്. ഞാൻ ഐക്യത്തിന് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്. ശരി, ആത്മാർത്ഥമായാണോ അത് പറയുന്നത് എങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ വെച്ച് നടന്ന പരിപാടിയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന, ഞാൻ ഹുസൈൻ സലഫിയോട് പറയട്ടെ, അദ്ദേഹവും കേരള നദ്വത്തുൽ മുജാഹിദീനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM നടത്തുന്ന പ്രോഫ്കോണിനെ കുറിച്ച് എന്തേ ഒരക്ഷരം ഇരിക്കൂറിൽ പറയാൻ തയ്യാറായില്ല? ഈ സംഘടന നടപടിയെടുത്ത ആളുകൾ, ഈ സംഘടന പുറത്താക്കിയ ആളുകൾ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അഹ്മദ് അൽ മദനി കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പറഞ്ഞ ഒരു കഥയുണ്ട്. അദ്ദേഹം പറഞ്ഞു, തോളിലിരുന്ന് ചെവി തിന്നുമ്പോ ആദ്യമൊക്കെ തിന്നല്ല എന്ന് പറയും. ഇങ്ങനെ വീണ്ടും തിന്നുകയാണെങ്കിൽ തോളിന്ന് തൽക്കാലം അവിടെ ഇറക്കി വെച്ചിട്ട് നമ്മളെ ചെവി സംരക്ഷിക്കണമല്ലോ. അതുപോലെ തോളിലിരുന്ന് ചെവി തിന്നുകൊണ്ടിരുന്ന ആളുകളെ തോളിൽ നിന്ന് ഇറക്കി വെച്ചപ്പോ എന്തിനാണ് ഹുസൈൻ സലഫി ആ ആളുകളെ എടുത്ത് തോളിൽ വെച്ചത്? ഐക്യമാണെങ്കിൽ എന്ത് പറയണം? MSMന്റെ പ്രവർത്തകന്മാരോട് പറയണം, നിങ്ങളൊരു പുതിയ പ്രോഫ്കോണുമായി മുന്നോട്ട് പോകരുത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം ഇവിടെയുണ്ട്. അതാണ് നമ്മുടെ മാതൃസംഘടന. ആ മാതൃസംഘടനയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ സമാന്തര പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കും എന്നായിരുന്നില്ലേ ഐക്യത്തെ സ്നേഹിക്കുന്നയാൾ പറയേണ്ടത്? ഇനി പോകട്ടെ, അപാരമായ ഐക്യാഗ്രഹമാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നാ പിന്നെ 2 പ്രോഫ്കോണും കൂടി പറയാം. ഇങ്ങനെ പുറത്താക്കിയ ആളുകൾ ഒരു പ്രോഫ്കോൺ നടത്തുന്നുണ്ട്, അതിനും നിങ്ങൾ പോകണം. യഥാർത്ഥത്തിലുള്ള KNMന്റെ വിദ്യാർത്ഥി സംഘടന അവരും പ്രോഫ്കോൺ നടത്തുന്നുണ്ട്, അതിനും പോകണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ എന്ത് ഐക്യമാണ് ഇവിടെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്? ഏത് ഐക്യത്തിലേക്കാണ് അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്നത്? ഭിന്നിപ്പുമായി കടന്നു വന്ന് ഐക്യത്തോടെ മനസമാധാനത്തോടെ ആദർശവിരുദ്ധരായ മുഴുവൻ ശക്തികളെയും, ആദർശവിരുദ്ധരായ മുഴുവൻ ആളുകളെയും, ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം പറയാൻ ധൈര്യമില്ലാത്ത മുഴുവൻ ആളുകളെയും യാതൊരു ഭയവുമില്ലാതെ നേതൃത്വം പുറത്തു നിർത്തിയ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ, എന്നാൽ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഇത്തരം ദുർബലവാദവുമായി രംഗത്ത് വന്നല്ലോ എന്ന മനപ്രയാസത്തോടെ അവിടേക്ക് കടന്നു വന്ന ആളുകളുടെ മുഴുവൻ മനസ്സിലും തീക്കോരിയിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗമാണോ ഇവിടെ ഐക്യമുണ്ടാക്കിയത്? അതുവരെ തന്നെ സ്നേഹിച്ചിരുന്ന ആളുകളുടെ മനസ്സിൽ വെറുപ്പ് കോരിയിടാനല്ലാതെ എന്തുണ്ടായി ആ പ്രസംഗം കൊണ്ട്? എന്നാ പിന്നെ ഇപ്പൊ കൊണ്ടു നടക്കുന്ന ആളുകൾ മൂപ്പരെ സ്നേഹിക്കോ? അതില്ല. കാരണം എന്താ? ഇത് പറയാൻ മൂപ്പർക്ക് ധൈര്യം ഉണ്ടാവൂല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞു കിട്ടിയാലല്ലേ മറ്റൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. അതൊട്ട് പറയില്ല. കാരണം എന്താ? അത് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇടിഞ്ഞു വീണ ആ ഗോപുരം അത് ചവിട്ടി തുരത്തും കേരളത്തിലെ ആളുകൾ എന്നറിയാം. കാരണം അദ്ദേഹം പറഞ്ഞത് കേട്ട എത്ര ആളുകളുണ്ട്, അദ്ദേഹം പറഞ്ഞതിന് സാക്ഷികളായ എത്ര ആളുകളുണ്ട്. അപ്പൊ നാം വിഷയത്തിലേക്കാണ്, നിലപാടിലേക്കാണ് വരേണ്ടത്. അദ്ദേഹത്തോടും അദ്ദേഹം അല്ലാത്തവരോടുമൊക്കെ നമുക്ക് പറയാനുള്ളത് അതാണ്. വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണം. എന്താ വിഷയം? ജിന്നിനോടുള്ള സഹായതേട്ടമാണ് വിഷയം. ജിന്ന് ഭൗതികോ അഭൗതികോ, ജിന്ന് ഇവിടെ ഉണ്ടോ ഇല്ലേ, ഇതൊന്നുമല്ല തർക്കം. അടിസ്ഥാനപരമായ തർക്കം ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് കേരള ജമിയത്തുൽ ഉലമ പറയുന്നു. നേരത്തെ അതിനുള്ള ആയത്തുകൾ, ഹദീസുകൾ, തെളിവുകൾ ഒക്കെ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ വിശദീകരിച്ചു.